ഹോസ്ദുർ കോടതി പരിസരത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഇപ്പോഴും അവിടെ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കെ.വി. ബൈജു ഉണ്ട് തത്സമയം ഹോസ്ദുർ കോടതിയുടെ മുന്നിൽ നിന്ന്. ബൈജു, രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുന്നുണ്ടോ പോലീസ്? ഇതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ ഇപ്പോൾ? മഞ്ജുഷേ, നിലവിലെ സാഹചര്യം നമുക്ക് കണക്കിലാക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു, അതല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ തത്സമയമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ കാണുന്നത്. അവർ പൊതിച്ചോറ് ഉയർത്തി ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം, അതിന് പ്രതീകാത്മകമായ പൊതിച്ചോറ് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി ഒരു വിഭാഗം ഇവിടെ ബിജെപി പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധവും മറുഭാഗത്ത് ഉയർന്നു എന്നാണ് പോലീസ്. നമ്മളിവിടെ ഇപ്പോൾ വൈകിട്ടോടുകൂടി എത്തുമ്പോൾ ചെറിയൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. അത് മാങ്കൂട്ടത്തിന് പ്രതിഷേധാത്മകമായിട്ട് നമ്മൾ കൊടുക്കും. ആ രീതിയിൽ തന്നെ. കാരണം അയാൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. അത്രത്തോളം വളരെയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മഞ്ജുഷ, അവർ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പൊതിച്ചോറ് പ്രതീകാത്മകമായി നൽകും, അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. എന്തായാലും അത് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ്. അതോടൊപ്പം ബിജെപി പ്രവർത്തകരും എത്തിയ സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വളരെ ഉൾപ്രദേശം അല്ലെങ്കിൽ ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്തുള്ള കോടതി പരിസരം വലിയ തോതിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യം. ഒരു ഭാഗത്ത് പ്രതിഷേധക്കാർ, മറുഭാഗത്ത് പോലീസിന്റെ വലിയ സന്നാഹം. ഇപ്പോൾ കോടതിയുടെ കോടതി പരിസരം മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലായിരിക്കുന്നു. അത്തരത്തിൽ ഈ രണ്ട് പാതകളുണ്ട് ഈ കോടതിയിലേക്കുള്ളത്. ആ രണ്ട് പാതകളും പോലീസ് അടച്ച് അതിനകത്ത് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. മജിസ്ട്രേറ്റ് ചേംബറിൽ തുടരുന്നു. ഇനി അഥവാ മജിസ്ട്രേറ്റ് വസതിയിലേക്ക് പോയാൽ തന്നെ ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയുള്ളത്. ഒരു പക്ഷേ ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് അതിന് പ്ലാൻ മാറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഇവിടെ എത്തിക്കാനുള്ള സാധ്യതയില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കാൻ സാധ്യതയില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇതിനൊരു ഔദ്യോഗികമായ പോലീസിന്റെ ഭാഗത്ത് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ നീക്കങ്ങളും മറ്റും അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിനി എവിടെ നിന്നൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ കോടതിയിൽ കീഴടങ്ങുമെന്ന ഒരു തരത്തിലായിരുന്നു വാർത്തകളുണ്ടായിരുന്നെങ്കിൽ പോലീസിന്റെ കൃത്യമായ പരിശോധന, കാവലേർപ്പെടുത്തിയത് ഒരുപക്ഷെ കീഴടങ്ങാനുള്ള ആ സാധ്യത ഇല്ലാതാക്കി. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കണം പോലീസിന്റെ പിടിയിലാകുന്നത്. പിന്നീട് ദേശീയപാതയിലൊക്കെ വലിയ തോതിൽ പരിശോധന ഉണ്ടായിരുന്നു. ഇന്നും പകൽ മുഴുവൻ എല്ലാ വാഹനങ്ങളും വരിച്ച് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർണാടക അതിർത്തിയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. കാരണം ഇന്നലെ രാത്രിയാണ് സുള്ളിയിലെ ഒരു ഫാം ഹൌസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവിട്ടതെന്ന് ഈ ഡ്രൈവറുടെ മൊഴിയുണ്ട്. ഇതേ തുടർന്നാണ് പിന്നീട് ഈ കാര്യം പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തിയത്. ഒരുപക്ഷെ കർണാടകയിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചേക്കാം. അതോടൊപ്പം കർണാടക പോലീസിന്റെ സഹായവും ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു സമയം വരെ കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ ജാമ്യ ഹർജിയിൽ മേലുള്ള ഈ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിലും അതിൽ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് നിയമ ഉപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ പോലീസിൽ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ട്. അതല്ല പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചോ, ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ 5 മണിക്കകം കോടതിയിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. 5 മണിക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് 5 മണിക്ക് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കോടതിയിൽ ഈ നിലവിലൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുക പോലീസിന് അസാധ്യമാണ്. അത് വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇടം നൽകുക. ഒരു പക്ഷേ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആളുകൾ ഇവിടെ എത്തിയതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നത്. ഇതിപ്പോൾ 1-ാം ഗേറ്റിനും 2-ാം ഗേറ്റിനും മധ്യഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. ഇതുവഴിയാണ് ഈ കോടതിയിലേക്ക് വരേണ്ട പ്രധാന പാതയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൽ വലത്തോട്ടും ഇടത്തോട്ടും 2 പാതകളാണ് ഈ 2 ഗേറ്റിലേക്കുള്ളത്. കോടതിയിലെ ഗേറ്റുകൾ പൂർണ്ണമായി അടച്ച് കോടതി അകത്ത് ഭാഗത്ത് മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. പക്ഷേ പുറത്ത് അങ്ങനെയല്ല സാഹചര്യം. റോഡിൽ
ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ വലിയ തോതിൽ ഈ പ്രതിഷേധക്കാരെ താണ്ടി വേണം പോലീസിനെത്താൻ. അത് അസാധ്യമാണ്. അങ്ങനെ വന്നാൽ തന്നെ പോലീസിന് അത് നിയന്ത്രണാതീതമാവും, വലിയ പ്രതിഷേധത്തിലേക്ക് പോവും, വലിയ സംഘർഷ സാധ്യത ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തൽക്കാലം പോലീസ് ഇപ്പോൾ ഇതിന്റെ പ്ലാൻ മാറ്റിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എത്തിക്കുമോ, മറ്റ് നടപടിക്രമങ്ങൾ തുടരുന്നുണ്ടോ, അത്തരം കാര്യങ്ങളുണ്ട്. ഇത് നിലവിൽ നമ്മുടെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പിടിയിലായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി നമുക്ക് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. കാരണം ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുള്ള ഒരു കേസാണ്. അവരാണ് കേസ് അന്വേഷിക്കുന്നത്, അവരാണ് ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരണം നൽകേണ്ടത്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മൾ ഈ കാര്യം ചോദിച്ചെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ പൊതിച്ചോറും ഇതുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇവരെ താണ്ടി ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിനായിരിക്കും കാരണമാകുക. പോലീസ് അതുകൊണ്ടായിരിക്കാം തൽക്കാലം പിൻവാങ്ങിയിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. ഇനി മജിസ്ട്രേറ്റിനെ വസതിയിൽ ഹാജരാക്കുക എന്നാണ് പോലീസിന് മുന്നിലുള്ള അടുത്ത നടപടി. അത്തരം നടപടികൾ കടക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ നാടകീയമായ രംഗങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ഡിവൈഎഫ്ഐയും ബിജെപിയുമാണ്. പൊതിച്ചോർ നൽകും പ്രതിഷേധ സൂചകമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്. ഇതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. നേരത്തെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ അധിക്ഷേപിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനാൽ തന്നെ അതേ രീതിയിലുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ബിജെപിയും പ്രതിഷേധത്തിന് ഇപ്പോൾ കോപ്പ് കൂട്ടിയിരിക്കുകയാണ്. ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ പോലീസിന്റെ മറ്റൊരു പ്ലാൻ ബിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് തോന്നുന്നത്. മജിസ്ട്രേറ്റ് എന്തായാലും കോടതിയിൽ തുടരുകയാണ്. പക്ഷേ തൊട്ടടുത്താണ് മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാനാണോ പോലീസിന്റെ പദ്ധതി? ഇതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. എന്തായാലും ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്, അല്ലെങ്കിൽ കീഴടങ്ങാൻ എത്തുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒളിവിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന കാര്യം ഉറപ്പായതോടുകൂടിയാണ് അടുത്ത പദ്ധതിയിലേക്ക് പോകുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. രാഹുലിനെ കൊണ്ടുചെന്നെത്തിച്ച സുള്ളിക്ക് സമീപം കൊണ്ടുചെന്നെത്തിച്ച ഡ്രൈവർ നേരത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ഓഫീസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഡ്രൈവറെയും പേഴ്സണൽ സ്റ്റാഫിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. എന്തായാലും വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ പോലീസിന്റെ ചടുലമായ നീക്കങ്ങളും കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി എന്നുള്ള സൂചനകൾ വരികയാണ്. ശ്രീ ബി റജി, കോൺഗ്രസിന് ഏറ്റവും നാണക്കേടിന്റെ ഒരു ദിവസമാണ് ഇന്ന്. കുറച്ചു ദിവസം മുൻപെങ്കിലും ഈ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇത്ര വലിയ നാണക്കേട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഇന്ന് പറയുകയാണ് ഇന്നലെ തന്നെ ഞങ്ങൾ പുറത്താക്കിയെന്ന്. നോക്കൂ മഞ്ജുഷ്, അങ്ങ് എത്ര ദയാരഹിതമാണ് കോൺഗ്രസിന് നേർക്ക് വിരൽ ചൂണ്ടുന്നത്. അങ്ങ് അതായത് ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആളെന്ന നിലയിൽ ഈ കാര്യത്തെ കുറച്ചുകൂടി അങ്ങക്ക് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ലേ എന്നാണ് ഞാൻ അതിശയിക്കുന്നത്. കാരണം ഇന്ത്യയിലെ മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയാത്ത തരത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്ന നടപടികൾ കേരളത്തിലും പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും മാതൃകാപരമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെതാണ്. അതിന് സന്നദ്ധതയുള്ള, അങ്ങനെ സമർപ്പണം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നവർക്ക് മാത്രമുള്ള ഒന്നാണ് രാഷ്ട്രീയ രംഗം. അപ്പോൾ അത്തരത്തിൽ സമർപ്പണത്തോടെ, ആത്മാർത്ഥതയോടെ, കമ്മിറ്റഡായി രാഷ്ട്രീയ പ്രവർത്തനം ത്യാഗമനോഭാവത്തോടുകൂടി നിർവഹിക്കാൻ കഴിയാത്തവരുടെ കാര്യത്തിൽ അവർ കോൺഗ്രസ് പ്രസ്ഥാനമായും അതിൻ്റെ തത്വശാസ്ത്രവുമായും ചേർന്ന് പോകത്തില്ല എന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പറയുന്നുണ്ട്. പരിചയസമ്പന്നരല്ലാത്ത നേതാക്കൾ പോലും, യുവ നേതാക്കൾ, അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു, അവർ പോലും പറഞ്ഞിട്ടുള്ളതാണ്. പരിചയസമ്പന്ന കുറച്ച് നേതാക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ പോലും പറഞ്ഞതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിലനിർത്തരുത്, അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന്. പക്ഷേ